ഇവിടെ കിട്ടുന്ന പോലത്തെ ചായ സാറിന് വേറെ എവിടെയും കിട്ടത്തില്ല. പ്ലീസ് കുടിക്കൂ സാർ. എങ്ങനെയുണ്ട് സാറേ ചായ? വളരെ മോശം. നീ ചെയ്ത കാര്യം. അതിന് ഞാനെന്താ ചെയ്തേ? മുന്നയുടെ പാരന്റ്സിനെ കണ്ടു. നാളെ മുതൽ കുടിക്കാൻ എനിക്ക് ആര് കാശ് തരുകൂടി നിന്റെ തന്ത തരൂ. ആ ഡയറക്ടർ കാശ് തിരിച്ചു തന്നോ? സിദ്ധാർത്ഥന് ഇത്രയും പണം നിങ്ങൾക്ക് തന്നത് അതിനെന്താ ഉണ്ടായത്? എന്റെ പൊന്നു മോൻ, എന്റെ കുഞ്ഞ്. വേറെ വഴിയില്ല മുന്ന. കൊല ചെയ്ത് നീയാണെന്ന് പറഞ്ഞ് സാക്ഷികളെയെല്ലാം സ്ട്രോങ് ആയി തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ 5 കോടിയുണ്ട്. ഈ കാശ് മുഴുവൻ നിനക്കുള്ളതാ. പക്ഷെ കുറ്റം ചെയ്ത് നീയാണെന്ന് സമ്മതിക്കണം. ഈ കേസിൽ എന്തായാലും ജീവപര്യന്തം കിട്ടും. പക്ഷെ 2-3 വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും സ്വാധീനം ചെലുത്തി നിന്നെ പുറത്തു കൊണ്ടുവരാം. ഈ കാശ് കൊണ്ട് നിന്റെ അമ്മയുടെ ക്യാൻസർ ചികിത്സിക്കാം. നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനും പറ്റും. നന്നായി ആലോചിക്കൂ മോനെ. സമ്മതിക്കട നീ. അദ്ദേഹം നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്ന. ഇതിൽ ആലോചിക്കാനോ ഒന്നുമില്ലടാ. ആ, ഞാൻ പറയുന്ന കേക്ക്. സാറേ, നിങ്ങൾ വന്നത് എന്റെ മോനെ രക്ഷിക്കാനാണെന്നും കരുതിയാ ഞാൻ എല്ലാം പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്താ ഒന്നും പറയാതെ പോകുന്നേ? ആ കൊല ചെയ്തത് അവനാണെന്ന് അവൻ കോടതിയിൽ സമ്മതിച്ചതുകൊണ്ട് ഇനി ആര് എന്ത് പറഞ്ഞാലും അവന് പുറത്തു വരാൻ കഴിയില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ മോൻ തിരിച്ചു വരില്ലേ? നിങ്ങളുടെ മകൻ നഷ്ടപ്പെടുമെന്നുള്ള വിഷമമാണ് നിങ്ങൾക്ക്. സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തതിന്റെ വിഷമമാണ് എനിക്ക്. സാറേ, സാറേ, എന്റെ കുഞ്ഞ്, എന്റെ പൊന്നു മോന. സത്യം മനസ്സിലാക്കിയല്ലേ? ഈ സത്യം ഞാൻ അറിയുമ്പോൾ നീ ഞെട്ടുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ നീ ഒരു ധൈര്യശാലി തന്നെയാ. അവനാ തന്നത്. അവൻ എനിക്ക് എത്രമാത്രം ധൈര്യം തന്നെന്നറിയോ? 10 കോടി തരുന്നാണോ? അത് വാങ്ങി ഞാൻ നിനക്ക് ഫേവർ ചെയ്യണമെന്നല്ലേ? എന്ന് വെച്ചാ ഞാൻ ജയിലിൽ പോയി കിടക്കണമെന്നല്ലേ? അപ്പോ ജയിലിൽ പോയില്ലെങ്കിൽ ചെയ്തു തരൂ? നിനക്കെതിരെ കേസ് വാദിക്കുന്ന PP ആരാണെന്നറിയാമോ? നീ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ അയാളെ കണ്ടുപിടിക്കും. ഈ കേസിലെ എല്ലാ തെളിവുകളും നിനക്കെതിരാ. അതാദ്യം ഓർക്ക്. കോർട്ടിൽ പോയ എവിഡൻസ് ഒക്കെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ചെയ്യണ തന്നോട് ആരാ പറഞ്ഞേ? അത് വേണമെങ്കിൽ താൻ ലോക്കറി വെച്ച് പൂട്ടിക്കോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടി ചെറിയ 3 കാര്യങ്ങൾ ചെയ്തു തരണം. അത് മതി. എന്താ? CC വീട് നിങ്ങളുടെ കൺട്രോളിലല്ലേ ഉള്ളത്? അതെ. എന്റെ ബെഡ്റൂമിലെ വിൻഡോ അഴിച്ചു മാറ്റി വീണ്ടും ഫിക്സ് ചെയ്യേ. 2 സ്ക്രൂസ് താഴെയിട്ടേക്ക്. അങ്ങനെ ചെയ്ത നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇനി രണ്ടാമത്തെ പറയാ. എന്റെ വൈഫ് മരിച്ച അന്ന് ഞങ്ങളുടെ കോളനിൽ ഒരു കാർപ്പൻറ്റർ 7 മണിക്ക് വന്ന് 7:30 പോയി. അവന്റെ എൻട്രി മാത്രം CCTV ഫുട്ടേജ് വെച്ചിട്ട് എക്സിറ്റ് മാത്രം ഡിലീറ്റ് ചെയ്യുക. അവനും കേസും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ PP കോർട്ടിൽ വാദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ശരി, ഇനി മൂന്നാമത്തെ പറ. ഇനി മൂന്നാമത്തെ, എന്നെ കോർട്ടിൽ ഹാജരാക്കുമ്പോൾ ജഡ്ജ് എനിക്ക് ജുഡീഷ്യൽ റിമാൻഡ് തരും. എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി.
പി പിയുടെ കൂടെ തന്നെ നിങ്ങളും ഉണ്ടാവണം. പി പി എന്തിനു വരണം? നിന്റെ ലോയറെ വരൂ. എനിക്ക് ഞാൻ ലോയറെ വെക്കുന്നില്ല. പി പി തന്നെയാ എന്റെ ലോയറും. ശരി, പി പി എൻ്റെ അടുത്തുനിന്ന് എൻ്റെ അമ്മായിമ്മയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് എൻ്റെ ലവ് സ്റ്റോറി അവരെ കൊണ്ട് തന്നെ പി പിയോട് പറയിപ്പിക്കേ. അതുകൊണ്ടെന്താ പ്രയോജനം? പി പി എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ പുറത്തു കൊണ്ടുവരും. പി പി നിനക്ക് വേണ്ടി വാദിക്കുന്ന എന്താ ഗ്യാരണ്ടി? ഞാനെടുത്ത പടം കണ്ടിട്ടില്ലേ? പറഞ്ഞു വരുമ്പോ ഞാൻ നിങ്ങളുടെ ഫാൻ തന്നെയാ. നിങ്ങളുടെ തിരക്കഥ ഗസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണല്ലേ? ഇതും അങ്ങനെ തന്നെയാ. ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്യ. ആ 10 കോടി തരൂലോ അല്ലേ? നിങ്ങൾക്കെങ്ങനെ ഈ ഡൗട്ട് ഉണ്ടായത്? എന്താന്ന് വെച്ചാ എല്ലാം ചെറിയ ചെറിയ ജോലികളാണല്ലോ സാർ. ഇതിനു മുമ്പ് ഞാൻ ഏറ്റെടുത്ത കേസെല്ലാം സാറ് വന്ന് വാദിക്കുമ്പോൾ സാറെല്ലാം കണ്ടുപിടിക്കുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ പേടി. അയാളെ കണ്ടത് പിന്നെ എനിക്കിപ്പോ പേടിയേ ഇല്ല. ഒരു എവിഡൻസും ഞാൻ ടാപ്പർ ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞ പോലെ ഞാൻ 3 കാര്യം മാത്രമേ ചെയ്തുള്ളൂ സാർ. അവന്റെ അമ്മായിമ്മയുടെ വായന്ന് തന്നെ അവന്റെ കഥ സാറിനോട് പറഞ്ഞത് ആലോചിച്ചപ്പോൾ എന്റെ തല പുകഞ്ഞു പോയിരുന്നു. അവന്റെ ലവ് സ്റ്റോറിയിൽ മുന്നാന്ന് പറഞ്ഞൊരുത്തനോട് അറിഞ്ഞപ്പോഴാണ് അവന്റെ സ്കെച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് സാർ. നിങ്ങൾക്ക് മുന്നോട്ടുണ്ടായിരുന്ന ഡൗട്ടില് അവന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഗ്യാദർ ചെയ്ത് അഞ്ജലിയെ കൊന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വീണ്ടും വരുമെന്ന് സിദ്ധാർത്ഥിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നതിന് മുമ്പ് വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്ത് ഫിക്സ് ചെയ്തത്. നിങ്ങളോട് വന്നപ്പോൾ അതെല്ലാം ചെയ്തത് മുന്നെയാണെന്ന് നിങ്ങൾ കരുതി. ആ ഏരിയയിലുള്ള എല്ലാ ക്യാമറ ഫുട്ടേജും ചെക്ക് ചെയ്ത് നോക്കിയാലേ? അവിടെയുള്ള ഫുട്ടേജിലെല്ലാം മുന്നയുടെ എൻട്രി മാത്രം വെച്ച് എക്സിറ്റ് ഞാനാ ഡിലീറ്റ് ചെയ്തേ. ഇതെല്ലാം കണ്ട് നിങ്ങൾ ആ കൊലപാതകം മുന്നെയാണ് ചെയ്തതെന്ന് കൺഫേം ചെയ്തു. എവിഡൻസ് എല്ലാം കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് സിദ്ധാർത്ഥിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാ. അതുമാത്രമല്ല, ഒരുപക്ഷെ മുന്നേ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സത്യങ്ങളെല്ലാം നിങ്ങൾ അറിയുമെന്നുള്ള പേടിയിൽ മുന്നേ എൻകൗണ്ടർ ചെയ്യാൻ പ്ലാനിട്ടു. പക്ഷെ നിങ്ങൾ ആ സമയത്ത് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അവൻ നിങ്ങളോട് സത്യം പറയുന്നതിന് മുമ്പ് അവന് സിദ്ധാർത്ഥ വിലയിട്ടിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് മുന്നേ സിദ്ധാർത്ഥ കൊന്നു. കാശാണെല്ലാം. ആ ഡയറക്ടർ എത്ര ബുദ്ധിമാനാണെന്നറിയോ? അവന് വേണ്ടി വാദിക്കാൻ ഒരു ലോയറെ പോലും വെക്കാതെ നിങ്ങളെ ഉപയോഗിച്ചവൻ പുറത്തു വന്നു. സാർ, ഏത് ക്രിമിനൽ ആണെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീർച്ചയായും കുടുങ്ങും. പക്ഷേ മുന്നേക്കെന്നോ അഞ്ജലിയുമായി ഉണ്ടായ പ്രശ്നം സിദ്ധാർത്ഥ അവനെ അനുകൂലമാക്കിയെടുത്തു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന സാറിനെ പോലൊരു നല്ല മനുഷ്യനെ കൊണ്ടുപോലും അവൻ തെറ്റ് ചെയ്യിച്ചില്ല സാറേ. ഇനി പറയൂ സാർ, ഞാൻ ചെയ്തതെല്ലാം ചെറിയ ചെറിയ തെറ്റല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്തത് ഒരു സാധാരണ തെറ്റല്ല. ഒരു നിരപരാധിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തു. ഈ കാര്യത്തിൽ ശരിക്കും സാറെ വിഡ്ഢിയായി മാറി. ഈ കാര്യം 10 പേര് അറിയുകയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ മണ്ടനായി മാറും. സമാധാനത്തോടെ ചായ കുടിച്ച് വേഗം സ്ഥലം വിട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, അത്രയും പ്രണയിച്ചിട്ട് സ്വന്തം ഭാര്യ എന്തിനവൻ കൊല്ലണം? അതിനെപ്പറ്റി ഞാനൊന്നും ചോദിച്ചില്ല, അവനൊന്നും പറഞ്ഞില്ല. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം സാറേ? അത് ഡെമ്മിയാ സാറേ. ഇത് ഒറിജിനൽ ഗണ്ണ, സൈലൻസറും ഉണ്ട്. ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ഇത് കൊടുക്ക്. ഓക്കെ സാറേ. മിസ്ഫയർ ആയി ഭിത്തിയിൽ കൊള്ളുമ്പോ ഇത് യൂസ് ചെയ്യേ. ഇമ്പാക്ട് ഫുൾ ആയിരിക്കും. ശരി സാറേ. സീനിനെ പറ്റി വൈകുന്നേരം ഡിസ്കസ് ശരി ചെയ്യാം. സാറേ. ഇപ്പൊ പൊയ്ക്കോ. ഡോ സർ,
വൈകുന്നേരം ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതെ ചെല്ല്. സാറേ. ഓക്കെ സാറേ.